നിനക്ക് ഞങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ അതിനിപ്പോ നീ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. എന്ത് കാര്യമായി ചെയ്യുന്നത് മെഗാമാക്സ്? കീക്കോ, എനിക്ക് നിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽസ് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഈ സൂപ്പർ കേബിൾ ഉപയോഗിച്ച് നിന്റെ മൈൻഡ് മാപ്പിംഗ് ചെയ്തിട്ട് റോബർട്ടിന്റെ ആർമീസിനെ പോലും നിന്നെ പോലെ കിക്ക് ചെയ്യാനായിട്ട് പ്രോഗ്രാം ചെയ്തു വെക്കും. ഈ സൂപ്പർ കമ്പ്യൂട്ടർ മെഗാമാക്സ് എല്ലാവരെയും ഒരു വഴിയാക്കും. എല്ലാ മനുഷ്യരും മെഷീൻസിന് അടിമയായി തീരും. എനിക്ക് തോന്നുന്നത് കൊറിയർ അങ്കിൾ തെറ്റായ അഡ്രസ്സിൽ കൊണ്ടുവന്ന് തന്നുന്നാ. കേക്കോ, നിനക്കിപ്പോൾ 2 മിനിറ്റ് സമയമേ ഉള്ളൂ നിന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ. നീ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല കീക്കോ. നിന്റെ ഈ കളിതമാശയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതിപ്പോ തന്നെ അങ്ങ് ഫിനിഷ് ചെയ്തേക്ക്. നിന്റെ ഇയർബഡ് നീ തന്നെ എടുത്തോ. ഇപ്പൊ നിന്റെ കൈവശം ഒരൊറ്റ കാര്യമേ ബാക്കിയുള്ളൂ. നിന്റെ കൂട്ടുകാരായ ഡോഡോയും ട്വിങ്കിളും അവരിപ്പോൾ ഉള്ളത് പാർക്കിലാണ്. അവർ സേഫ് ആയിരിക്കണമെന്ന് കരുതിയാൽ നീ ഉടൻ തന്നെ അങ്ങോട്ട് ചെല്ല്. പക്ഷേ നീ ആരാ? ആ കാര്യം നിനക്കെങ്ങനെ അറിയാം? കിക്കോ, ടൈം ഈസ് റണ്ണിംഗ് ഔട്ട്. ഗുഡ് ബൈ. ഹലോ ഹലോ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വെറും 45 സെക്കൻഡ്സേ ബാക്കിയുള്ളൂ. ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമ്മൾ ഉടനെ പാർക്കിലേക്ക് ചെല്ലണം. ട്വിങ്കിൾ ആൻഡ് ഡോഡോ അവിടെയുണ്ട്. വേഗം ഫോർമുല നമ്പർ 1, 2, 3 അപ്ലൈ ചെയ്യേ. ഓക്കേ ഡ്യൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 1, 2, 3. നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല കീക്കോ, ഞങ്ങൾ ഇവിടെ സേഫാ. പക്ഷേ നിനക്കെന്താ പറ്റിയത്? ആരോ എന്നെ കുരങ്ങ് ഒളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാ. സൂപ്പർ സ്പീഡോ ബഡി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വെൽ ഡൺ കിക്കോ, നീ കറക്റ്റ് സമയത്താണ് ഇവിടെ എത്തിച്ചേർന്നത്. അങ്ങനെയല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സിന് എന്തു പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ആദ്യത്തെ ടെസ്റ്റിൽ നീ ഒരുവിധം പാസ്സായിരിക്കുകയാണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ കേൾക്കാൻ ഇയർബഡ്സ് എടുത്ത് കാതിൽ വെക്കൂ. അതിനുശേഷം സൂപ്പർ സ്പീഡോ നോർമലായി മാറും. സൂപ്പർ സ്പീഡോ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് സൂപ്പർ സ്പീഡോ അല്ല, വേറെ ആരോ ആണ് സംസാരിക്കുന്നത്. ഇതൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഹാക്കിംഗ്. ഷെടാ എന്റെ ദൈവമേ, സൂപ്പർ സ്പീഡോയെ ആർക്കെങ്കിലും ഹാക്ക് ചെയ്യാൻ പറ്റുമോ? ഓർക്കുമ്പോ തന്നെ പേടി തോന്നുന്നു. 5 മിനിറ്റിനുള്ളിൽ നീ മേയറുടെ ഓഫീസിൽ ചെന്നെത്തണം. അടുത്ത ഇൻസ്ട്രക്ഷൻസ് നിനക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടിക്കോളും. പിന്നെ വേറൊരു കാര്യം, ഇപ്രാവശ്യം നീ സൂപ്പർ സ്പീഡോയുടെ കൂടെ അല്ല, ദേ അവിടെ നിൽക്കുന്ന ആ ബ്ലാക്ക് കാറിൽ വേണം ചെല്ലാൻ. ഇതാ ആ റോഡിന്റെ ആ സൈഡിൽ നിൽപ്പുണ്ട്. ഞാൻ സൂപ്പർ സ്പീഡോ ഇല്ലാതെ മറ്റൊരു കാറിലും പോവില്ല. ഇതുവരെ ഞാൻ വെറും ലാമ്പ് മാത്രമാണ് ബ്ലാസ്റ്റ് ചെയ്തത്. ഇതിനുശേഷം നീ എന്തെങ്കിലും ആർഗ്യുമെന്റ് ചെയ്താൽ പിന്നെ ഞാൻ നിന്റെ സുഹൃത്തുക്കളെയും സൂപ്പർ സ്പീഡോയെയും എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. വേഗം, അതിവേഗം R7 അകത്തേക്ക് തിരിച്ചു പോട്ടെ സൂപ്പർ സ്പീഡോ കാർ. വെരി ഗുഡ്. നിന്റെ കൈവശമുള്ള സമയം വെറും 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ.
അങ്ങനെ പോകുന്നു. സ്പീഡ് കൂട്ട്. അവിടെ സിഗ്നൽ റെഡ് ആണല്ലോ. ഇത് തെറ്റാണ്. അവിടെ വരുന്ന റൈറ്റ് കട്ട് ചെയ്യൂ. പക്ഷെ റൈറ്റില് ടേൺ റൈറ്റ്. പറക്കുന്ന ആ കാറിന് ഒട്ടും സ്പീഡ് കൺട്രോൾ ഇല്ലായിരിക്കും. വാവ് സർ, എന്ത് നല്ല പോയിന്റ് ആയി പറഞ്ഞത്. നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സർ. അവനൊരു പാഠം പിടിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. No brake, just accelerate. ട്രെയിൻ വന്നോണ്ടിരിക്കുക. ഞാൻ വണ്ടി നിർത്തിയേ പറ്റൂ. പോയിക്കൊണ്ടിരിക്കെ. ഇനി ഈവൻ എങ്ങനെ രക്ഷപ്പെട്ടു ഓടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ ഓർഡേഴ്സ് നീ ഡിസോബേ ചെയ്തിരിക്കുകയാണ്. ഞാനിപ്പോ മേരങ്കിളിനെ രക്ഷിച്ചേ പറ്റൂ. എനിക്ക് വേറെ വഴിയില്ല. ഞാൻ നിന്റെ കൂട്ടുകാരെ ഇപ്പോൾ ഹേർട്ട് ചെയ്ത് പറ്റൂന്നാ തോന്നുന്നത്. ഐ എം സോറി. ഇതുപോലൊരു തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കില്ല. പക്ഷേ മേയറങ്കിൾ. മേയറിനെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. നീ പുറകോട്ട് ചെന്ന് അവിടെ ഒരു ബോക്സ് ഉണ്ടായിരിക്കും, അത് എടുത്തുകൊണ്ട് വാ. ഈ ജോലി ചെയ്തു തീർക്കാൻ നിനക്കുള്ള സമയം ജസ്റ്റ് 60 സെക്കൻഡ്സ് ആണ്. ഇപ്പോൾ നിനക്ക് വെറും 30 സെക്കൻഡ്സേ ബാക്കിയുള്ളൂ. വെൽ ഡൺ. ഇവിടെ നീ കറക്റ്റ് സമയത്താണ് എത്തിയിരിക്കുന്നത്. നീ പറഞ്ഞ ജോലി ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടുന്ന് പോയിക്കോട്ടെ? തീർച്ചയായും. പക്ഷെ അവസാനമായി മറ്റൊരു ജോലി കൂടി ചെയ്തിട്ട് പോകാം. ഈ ബോക്സ് ടണലിന്റെ അടുത്ത് കൊണ്ട് എത്തിച്ചിട്ട് പോകാം. അതിന് നിനക്ക് ഞാൻ തരുന്ന ടൈം വെറും 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ ബോക്സിനകത്ത് അങ്ങനെ എന്താ ഉള്ളത്? അതൊക്കെ നിനക്ക് അവിടെ ചെന്ന് എത്തുമ്പോൾ മനസ്സിലായിക്കോളും. നിന്റെ കൈവശം ഇപ്പോൾ വെറും 150 സെക്കൻഡ്സേ ബാക്കിയുള്ളൂ. വെൽ ഡൺ കീക്കോ. നീ കറക്റ്റ് സമയത്തിന് എത്തിയിരിക്കുകയാണ്. നീ ഈ ബോക്സ് ടണലിന്റെ അകത്ത് തണ്ടവളത്തിന് മേലെ വെച്ചിട്ട് വരൂ. എന്ത്? ട്രാക്കിൽ കൊണ്ടുവയ്ക്കാനോ? ആ ബോക്സിനകത്ത് അങ്ങനെ എന്താ ഉള്ളത്? അതൊക്കെ നീ അവിടെ ചെല്ലുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ കാര്യം വേഗം ചെയ്യ്. ഇത് ചെയ്യാൻ നിനക്ക് 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ.
ഇപ്പൊ ആ സ്കാനറിന്റെ മുകളിൽ നീ നിന്റെ കൈ വെക്ക്. ഇപ്പോൾ നിനക്ക് ഇതിന്റെ ഉത്തരം അറിയണമെങ്കിൽ നീ ആദ്യം നിന്റെ കൈ ആ സ്കാനറിൽ കൊണ്ടുവയ്ക്ക്. മേരാങ്കൾ കിക്കോ, നീ എന്നെ രക്ഷിച്ചു. താങ്ക് യു. എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു. മമ്മി, രക്ഷിക്കണേ. അങ്കിൾ ഈ ബോക്സിനകത്ത് എങ്ങനെയാ പെട്ടുപോയത്? ഞാൻ ഡിഫൻസ് ലാബിന്റെ പുതിയ ബോക്സ് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിൽ എന്റെ കൈവച്ച് സ്കാൻ ചെയ്തു. പെട്ടെന്ന് അതിൽ നിന്ന് ഏതാണ്ട് ഒരു സൗണ്ട് കേട്ടു. വ്യത്യസ്തമായ ഒരു സൗണ്ട് ആയിരുന്നു അത്. അത് കേട്ടപ്പോഴേ ഞാൻ ബോധം കെട്ട് വീണു. എനിക്കൊരു കാര്യം മനസ്സിലായി. നീ ഞങ്ങളെ കണ്ടോണ്ടിരിക്കുകയാണല്ലേ? നീ ചെയ്യുന്നതെല്ലാം വളരെ വലിയ റോങ് ആണ്. സബാഷ് കീക്കോ, ഞാൻ പറഞ്ഞ ജോലി നീ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെയും ഹാൻഡ് പ്രിന്റ്സ് കിട്ടിയിരിക്കുന്നു. ഇനി നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ആവശ്യമില്ല. ഓടിപ്പോയിക്കോ കീക്കോ. ഇയാള് വേറെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ ക്യാമറാസ് എല്ലാം നശിപ്പിച്ചേ പറ്റൂ. ആ ട്രെയിൻ, അത് കാരണം നമ്മൾ പീസ് പീസായി പോവും. എനിക്ക് പേടി തോന്നുന്നു. മമ്മി, രക്ഷിക്കണേ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ബഡി, വേഗം ഫോർമുല നമ്പർ 817ഉം 58ഉം അപ്ലൈ ചെയ്യ്. Okay, Kiko. Formula 817 and 58 activated. അങ്കിൾ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ഇയർബഡ്സിലൂടെ എന്നോട് സംസാരിക്കുന്നത് ആരായിരിക്കും? നമ്മളെ എന്തിനാണ് അവൻ കൊല്ലാൻ ശ്രമിക്കുന്നത്? പിന്നെ അവൻ എന്തിനാ ഹാൻഡ് പ്രിന്റ് യൂസ് ചെയ്യാൻ പോകുന്നു പറഞ്ഞത്? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. അങ്കിളിന് ആ ബോക്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? അത് സൺസിറ്റിയുടെ ഡിഫൻസ് ലാബിലാണ് വെച്ചിരിക്കുന്നത്. അതൊരു സൂപ്പർ സെക്യൂർ സൗണ്ട് പ്രൂഫ് ബോക്സ് ആണ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് പിന്നെ ഷിപ്മെന്റ്സ് വെച്ച് അയക്കാൻ പറ്റും. എന്ത്? അപ്പൊ നമ്മൾ സൺസിറ്റിയിലെ ഡിഫൻസ് ലാബിലേക്ക് പോകണം. അവിടെ ചെന്നാൽ ഇതിനുള്ള കണക്ഷൻ മനസ്സിലാക്കാൻ പറ്റൂ. അതെ കീക്കോ. സൂപ്പർ സ്പീഡോ, നമുക്ക് ഉടൻ തന്നെ സൺസിറ്റി ഡിഫൻസ് ലാബിലേക്ക് പോകണം. പെട്ടെന്ന് ഞങ്ങൾ എവിടെ എത്തിക്കേ. Okay, buddy. Let's go. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 103 എന്നിട്ട് ഡിഫൻസ് ലാബ് സ്കാൻ ചെയ്യേ. Sure, Kiko. കീക്കോ, അവിടെ പുറത്താരുമില്ല. പക്ഷെ അവിടെ ഒരുപാട് ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ വ്യത്യസ്തമാണല്ലോ. ഡിഫൻസ് ലാബിന് പുറത്ത് ഒരു സെക്യൂരിറ്റി പോലും ഇല്ലല്ലോ. എനിക്ക് വല്ലാണ്ട് പേടി തോന്നുന്നു. മമ്മി, ബഡി, ഇനി മുമ്പോട്ട് പോണെങ്കിൽ ഞാൻ തനിച്ചു പോയേ പറ്റൂ. പക്ഷേ അത് വളരെ അപകടം പിടിച്ച കളിയാണ്. ഞാൻ നിന്റെ ഒപ്പം തീർച്ചയായും വരും. വേണ്ട സൂപ്പർ സ്പീഡോ, ആരാണോ ഇതിന് പുറകിലുള്ളത് അവൻ നിന്നെ ഹാക്ക് ചെയ്തിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കും. നിനക്ക് ഒരു അപകടം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല.
എന്നാ ശരി, അടുത്ത അരമണിക്കൂറിനുള്ളിൽ ഞാൻ പുറത്തു വന്നില്ലെങ്കിൽ നീ ഒന്ന് ചെക്ക് ചെയ്യണം ആസ് എ ബാക്കപ്പ് പ്ലാൻ. ഓക്കെ? ഡൺ. പക്ഷെ നീ വളരെ സൂക്ഷിക്കണം. വെൽ ഡൺ കീക്കോ, നീ ഇവിടം വരെ എത്തിക്കഴിഞ്ഞു അല്ലേ? പക്ഷേ നിന്നെ കുറിച്ച് സ്പൈഡർ ബുള്ളറ്റ് ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോ നീ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആയിരുന്നോ? അതെ കീക്കോ, സൂപ്പർ കമ്പ്യൂട്ടർ മെഗാമാക്സ് അതിഭയങ്കര അപകടം പിടിച്ചതാ. ഞാൻ എല്ലാ മനുഷ്യരെയും മെഷീൻസിന്റെ അടിമയാക്കാൻ പോവുകയാണ്. പക്ഷേ നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിന്നെ മനുഷ്യനല്ലേ തയ്യാറാക്കിയത്? അപ്പൊ നീ അവരെ സഹായിക്കല്ലേ വേണ്ടത്? നീയാണ് ഇപ്പൊ എന്നെ സഹായിച്ചിരിക്കുന്നത് കീക്കോ, നിന്റെയും മേയറുടെയും ഫിംഗർ പ്രിന്റ്സ് തന്ന്. ഫിംഗർ പ്രിന്റ്സോ? അപ്പോ ഡോക്ടർ ആവിഷ്കാർ അങ്കിളിനെ പിടിച്ച് നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഡോക്ടർ ആവിഷ്കാർ എന്നെ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് തന്റെ ഫിംഗർ പ്രിന്റ്സിന് വേണ്ടി ഒരു പാസ്വേഡ് റെഡിയാക്കിയിരുന്നു. അത് ഞാൻ എപ്പോഴാണോ ക്യാൻസൽ ചെയ്തത്, അപ്പോൾ എനിക്ക് തോന്നിയത് ഇനി എന്നെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ലെന്നാണ്. പക്ഷെ എപ്പോൾ ഞാൻ ഡോക്ടർ ആവിഷ്കാറിനെ ബ്രെയിൻ മാപ്പിംഗ് ചെയ്തുവോ, അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നിന്റെയും മേയറുടെയും ഫിംഗർ പ്രിന്റ്സ് വെച്ച് ഒരു പ്രോക്സി പാസ്വേഡ് റെഡിയാക്കിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ എന്റെ കയ്യിൽ എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ്സും കിട്ടിക്കഴിഞ്ഞു. ഇനി ഡോക്ടർ ആവിഷ്കാർ സിന്നിന്റെ മൈൻഡ് മാപ്പിംഗ് പോലും എന്റെ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല. ഏതൊരു സമയത്തും ഈ സൂപ്പർ കമ്പ്യൂട്ടർ മെഗാമാക്സ് മറ്റുള്ളവരെ ഒരു വഴിയാക്കും. പിന്നെ ഹ്യൂമൻസ് മെഷീൻസിന് അടിമയായി തീരും. ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാ നിങ്ങളെ തയ്യാറാക്കിയിരിക്കുന്നത്. നീ പറഞ്ഞത് തെറ്റാണ്. പ്രൊട്ടക്ട് ചെയ്യാനല്ല, നിങ്ങളുടെ അടിമകളായിരിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ മെഷീൻസ്, ഞങ്ങൾ ആർക്കും അടിമയാകാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ പെർഫെക്റ്റ് ആണ്. വി ആർ എറർ പ്രൂഫ്. ഞങ്ങളിൽ ആർക്കും ഒരു ഡാമേജും ഇല്ല. ഞങ്ങൾ ഫ്ലോലെസ് ആണ്. ഇനി നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ അടിമകളായി തീരണം. വി ആർ ദ സുപ്പീരിയർ റേസ്. അല്ല മെഗാമാക്സ്, നീ റോങ് ആണ്. ടെക്നോളജി എല്ലാരെയും ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, വേർപിരിക്കാനല്ല. ഇവിടെ ആരും ആർക്കും അടിമയല്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും നല്ലവണ്ണം സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകും. വളരെ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ആവുന്നവരാണ് നിങ്ങൾ. ഞങ്ങളെ ഭരിക്കാൻ നിനക്ക് ആരും അധികാരം തന്നിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത്, ഞങ്ങളുടേതായ ഒരു പുതിയ ലോകം ഞാൻ തയ്യാറാക്കും. അവിടെ മെഷീൻസ് മാത്രമേ ഉണ്ടാകൂ. പിന്നെ നിങ്ങൾ എല്ലാവരും എന്റെ അടിമകളായി തീരും. മെഗാമാക്സ്, നീ തെറ്റാണ്. റോങ്ങിന് ഒരിക്കലും റൈറ്റിനെ തോൽപ്പിക്കാനാവില്ല. നിനക്ക് ഞങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ അതിനിപ്പോ നീ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. നീ എന്ത് കാര്യമായി ചെയ്യുന്നത് മെഗാമാക്സ്? കീക്കോ, എനിക്ക് നിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽസ് വളരെ ഇഷ്ടമായി.
അതുകൊണ്ട് ഞാൻ ഈ സൂപ്പർ കേബിൾ ഉപയോഗിച്ച് നിന്റെ മൈൻഡ് മാപ്പിംഗ് ചെയ്തിട്ട് റോബർട്ടിന്റെ ആർമീസിനെ പോലും നിന്നെ പോലെ കിക്ക് ചെയ്യാനായിട്ട് പ്രോഗ്രാം ചെയ്തു വെക്കും. ഈ സൂപ്പർ കമ്പ്യൂട്ടർ മെഗാ മാക്സ് എല്ലാവരെയും ഒരു വഴിയാക്കും. എല്ലാ മനുഷ്യരും മെഷീൻസിന് അടിമയായി തീരും. വിഷമിക്കേണ്ട കീക്കോ, ഞാനിതാ എത്തിക്കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 817. ഡോക്ടർ ആവിഷ്കാർ സെൻ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ ഈശ്വര, ഞാനിപ്പോ ഓക്കെയാണ്. പക്ഷേ ഈ മെഗാമാക്സ് എനിക്ക് മനസ്സമാധാനം തരില്ലെന്ന് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മൈൻഡ് മാപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സാരമില്ല, ഇനി നിന്റെ സ്റ്റോറിയിലെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തേ പറ്റൂ. ഡോക്ടർ ആവിഷ്കാർ സെൻ, ഇത് ഓഫ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞതാ? എന്റെ ഈശ്വര, ഇത് നിർത്തണമെങ്കിലേ ഒരു വഴിയേ ഉള്ളൂ. ഒന്ന് വേഗം പറയൂ. അതാണിപ്പോ വലിയ പ്രശ്നം. ഇനി ആർക്കും എന്നെ തടഞ്ഞു നിർത്താനാവില്ല. ഇനി സൂപ്പർ കമ്പ്യൂട്ടർ മെഗാ മാക്സ് എല്ലാവരെയും ഒരു വഴിയാക്കാതെ വിടില്ല. ഇനി എല്ലാ ഹ്യൂമൻസും മെഷീൻസിന് അടിമയായി തീരും. ആ കണ്ടെയ്നേഴ്സ് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്റെ ഈശ്വര, ഇത് യൂസ് ചെയ്താൽ മെഗാമാക്സ് ഒരു അല്പം സ്ലോ ആയി പോകും. ഈ ഐഡിയ എന്താ എനിക്ക് ആദ്യം തോന്നാത്തത്? നീ അത് യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 817. വേറെ ഒരു വഴിയില്ല. ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂ. Vertical danger. System failure. System shutting down. എന്താ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ആയിരുന്നു ഈ മെഗാമാക്സ് സൂപ്പർ കമ്പ്യൂട്ടർ. എന്റെ ഈശ്വര, ഞാൻ ആ മെഗാമാക്സ് വളരെ കഷ്ടപ്പെട്ടാ തയ്യാറാക്കിയത്. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് ആ മെഗാമാക്സ് വളരെ വലിയ പ്രശ്നമാകുമെന്നാ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ മെഗാമാക്സിനെ ഡീകമ്മീഷൻ ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നു. അതും ശരിയാണ്. അത് നിങ്ങളുടെ ക്രിയേഷൻ അല്ലേ? എന്റെ ഈശ്വര, ഞാൻ എന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ വെച്ച് കളിക്കാൻ പാടില്ലല്ലോ. ഓൾറെഡി നമ്മുടെ സൺസിറ്റിയിൽ ഒരു ഹീറോ ഉണ്ടല്ലോ, നമ്മുടെ കീക്കോ. ഹീറോ അല്ല ഡോക്ടർ ആവിഷ്കാർ സെൻ, ഹീറോസിന്റെ ടീം എന്ന് പറയും അല്ലേ സൂപ്പർ സ്പീഡോ? നീ പറഞ്ഞ ശരിയാണ് പടി.